നമസ്കാരം. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എയ്റോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പാക്കുന്നതിനെതിരെയുള്ള എതിർപ്പുകൾ സർക്കാർ അംഗീകരിക്കില്ല. പുരോഗമന സംഘടനകളെ ചേർത്ത് നിർത്തി പ്രതിരോധം തീർക്കും. സർക്കാരിന് SFI പിന്തുണ അറിയിച്ചു. മതസംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങരുതെന്നാണ് ആവശ്യം. എതിർപ്പുകൾ ഉയർന്ന സാഹചര്യത്തിൽ വിശദീകരണമായി സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരുന്നു. RTF റൂൾ പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായി പങ്കെടുക്കണം. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ലെന്നും മന്ത്രി വിശദീകരിച്ചു. കുട്ടികളോട് ആരും അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സ്കൂളുകളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ലഘു വ്യായാമ പ്രക്രിയകൾ ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുമ ഡാൻസിനെ യൂത്ത് കോൺഗ്രസും അനുകൂലിക്കുകയാണ്. പ്രതിപക്ഷവും എതിർക്കില്ല. ഇത് സർക്കാരിന് അനുകൂല ഘടകമാണ്. എന്നാൽ മതസംഘടനകൾ ഇപ്പോഴും സമ്മർദ്ദം തുടരുന്നു. ഇതിനിടയിലാണ് മന്ത്രി വി ശിവൻകുട്ടി നിലപാട് പറഞ്ഞത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ സൂംബ, എയ്റോബിക്സ്, യോഗ തുടങ്ങിയ കായിക വിനോദങ്ങൾ നടപ്പാക്കുന്നതിനെതിരെ ചില കോണുകളിൽ നിന്ന് എതിർപ്പുകൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഈ പ്രവർത്തനങ്ങൾ ലഹരിവിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് നടപ്പിലാക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം എതിർപ്പുകൾ ലഹരിയേക്കാൾ മാരകമായ വിഷം സമൂഹത്തിൽ കലർത്തുകയും വിദ്യാഭ്യാസ മേഖലയെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വർഗീയതയ്ക്കും വിഭാഗീയതയ്ക്കും വളം നൽകുകയും ചെയ്യും. അന്താരാഷ്ട്ര തലത്തിൽ നടപ്പാക്കുന്ന ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള കായിക മത്സരങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കായിക താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഫുട്ബോൾ, വോളിബോൾ, സ്വിമ്മിംഗ് തുടങ്ങിയ കായിക ഇനങ്ങൾക്ക് വ്യത്യസ്തമായ ഡ്രസ് കോഡ് നിലവിലുണ്ട്. ഈ ഡ്രസ് കോഡ് പാലിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കായിക താരങ്ങളും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. സ്കൂളിൽ നടത്തുന്നത് ലഘു വ്യായാമമാണ്. സ്കൂളിൽ കുട്ടികൾ യൂണിഫോമിലാണ് ചെയ്യുന്നത്. RTF റൂൾ പ്രകാരം സർക്കാർ നിർദ്ദേശിക്കുന്ന പഠന പ്രക്രിയകൾക്ക് കുട്ടികൾ നിർബന്ധമായും പങ്കെടുക്കണം. രക്ഷിതാവിന് അതിൽ ചോയ്സ് ഇല്ല. കോണ്ടക്ട് റൂൾ പ്രകാരം വകുപ്പ് നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ അധ്യാപകന് ബാധ്യതയുണ്ട്. കുട്ടികളോട് ആരും അല്പവസ്ത്രം ധരിക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിക്കെതിരെ പ്രതിഷേധങ്ങളും അടിച്ചമർത്തലുകളും ഉണ്ടായപ്പോൾ പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉന്നതമായ ജനാധിപത്യ സാംസ്കാരിക നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇവിടെ ചില പ്രസ്ഥാനങ്ങൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായി നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. ഇത് ആടിനെ പട്ടിയാക്കുന്നതിന് തുല്യമാണ്. കേരളം പോലുള്ള ഒരുമയോടെ ജീവിക്കുന്ന സമൂഹത്തിൽ ഇത്തരത്തിലുള്ള നിലപാടുകൾ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മാത്രമേ ഉത്തേജനം നൽകൂ. കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ഉന്മേഷവും ആരോഗ്യവും പോസിറ്റീവ് ചിന്തയും വളർത്താൻ സഹായിക്കും. ഇത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും നല്ല രീതിയിൽ സ്വാധീനിക്കും. അതിനാൽ ഇത്തരം ആരോഗ്യകരമായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസ നിർബന്ധിത പാഠ്യവിഷയമായി നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠനബോധന സാമഗ്രികൾ ഉൾപ്പെടെ തയ്യാറാക്കി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. കായിക വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യ പരിപാലനം എന്ന ബൃഹത്തായ കാഴ്ചപ്പാടാണ് കേരളത്തിൽ പാഠ്യപദ്ധതി പരിഷ്കരിച്ചതിലൂടെ ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുള്ള ടൈം ടേബിൾ പ്രകാരമാണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസ വിനിമയവും ഫലപ്രദമായി നടന്നു വരുന്നത്. കുട്ടികൾ സ്ഥിരമായി കായിക പ്രവർത്തനങ്ങളിലും വ്യായാമത്തിൽ ഏർപ്പെടുന്നതിലൂടെ ശരീരപേശികൾക്ക് ശക്തി കൂടുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുകയും ശരീരഭാരം നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. കൂടുതൽ ജീവിതശൈലി രോഗബാധിതരുള്ള കേരളത്തിൽ കായിക വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം സർക്കാർ നൽകി വരുന്നുണ്ട്. രോഗങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും മാനസികമായ സമ്മർദ്ദങ്ങൾ കുറയ്ക്കാനും ഉത്കണ്ഠ ഒഴിവാക്കാനും സന്തോഷം വർദ്ധിപ്പിക്കാനും സ്ഥിരമായ കായിക പങ്കാളിത്തത്തിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നു. കുട്ടികളിൽ അച്ചടക്കം, സ്ഥിരോത്സാഹം, ലക്ഷ്യബോധം എന്നിവ വളർത്താനും ജൈവരാജ്യങ്ങളെ ഫലപ്രദമായി അതിജീവിക്കാനും തീരുമാനമെടുക്കാനുള്ള കഴിവും പ്രശ്നപരിഹാര ശേഷിയും ഉൾപ്പെടെയുള്ള വികസിപ്പിക്കാനും ഇതിലൂടെ സാധിക്കും. കൂട്ടായ കായിക പ്രവർത്തനങ്ങളിലൂടെ സഹപാഠികളെ ബഹുമാനിക്കാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ളവരെ ഒരുമിപ്പിക്കാനും സാമൂഹ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാനും വളരെ ഫലപ്രദമായി സഹായിക്കുന്ന ഒരു ഉപാധി കൂടിയാണ് സ്പോർട്സ്. കളിയിലെ പങ്കാളിത്ത നിയമങ്ങളെയും മര്യാദകളെയും കുറിച്ച് പഠിപ്പിക്കുകയും സത്യസന്ധത, നീതിബോധം, ഫെയർ പ്ലേ, നിയമങ്ങളെ ബഹുമാനിക്കാനുള്ള കഴിവ് തുടങ്ങിയ ഗുണഗണങ്ങൾ വർദ്ധിപ്പിക്കാനും ഇതിലൂടെ സാധിക്കുന്നു. കേരളത്തിലെ പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന്റെ കാലികമായ ലോകത്തിന്റെ ആവശ്യകതകൾ ഉൾപ്പെടുന്ന ഉള്ളടക്ക മേഖലകളാണ് പൊതുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടിസ്ഥാന ചലന നൈപുണ്യങ്ങൾ, ശരീരപരിപാലന ശേഷികൾ, താളാത്മക ചലനങ്ങൾ, ശാരീരിക ഏകോപന ശേഷികൾ, ആരോഗ്യം, പോഷകാഹാരം, കായികക്ഷമത, വിവിധ വ്യായാമ മുറകൾ, ശാസ്ത്രീയമായ സ്പോർട്സ് ട്രെയിനിങ് രീതികൾ, പ്രഥമ ശുശ്രൂഷ, യോഗ, സമ്മർദ്ദ ലഘൂകരണ വ്യായാമങ്ങൾ, ശരീരസ്ഥിതി വൈകല്യങ്ങൾ പരിഹരിക്കാനുള്ള വ്യായാമ മുറകൾ തുടങ്ങിയവയാണ് പ്രധാനമായും പരിഗണിച്ചു പോരുന്ന ഉള്ളടക്ക മേഖലകൾ. ഇവ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും കരസ്ഥമാക്കിയിരിക്കണം എന്നതാണ് പൊതുവിലുള്ള ലക്ഷ്യമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കുന്നു.